ഹായ് വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്ന ബേസിസ് 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂണിറ്റ് 17, 18 ആൻഡ് 19 ആണ്. ഫസ്റ്റ് വൺ യൂണിറ്റ് 7 അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് മിനിമം ക്യാപിറ്റൽ റിസർവ്സ് ഫോർ ബാങ്ക്. ഒരു ബാങ്കിന് എത്രയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ബാങ്ക് ഇൻകോർപ്പറേറ്റഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന ബാങ്കാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്സിൽ ഓഫീസുകളുള്ള ബാങ്കാണെന്നുണ്ടെങ്കിൽ മുംബൈയും കൊൽക്കത്ത ഒഴികെയുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ ഓഫീസുള്ള ബാങ്കാണെങ്കിൽ 5 lakh പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം. ബാങ്ക് വിത്ത് ഓഫീസ് ഇൻ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ഇൻക്ലൂഡിങ് മുംബൈ ഓർ കൊൽക്കത്ത ആണെന്നുണ്ടെങ്കിൽ 10 lakhും. ബാങ്ക്സ് വിത്ത് ഓഫീസ് ഓൺലി ഇൻ 1 സ്റ്റേറ്റ്, ഒറ്റൊരു സ്റ്റേറ്റിൽ മാത്രം ഓഫീസുള്ള ബാങ്കാണെന്നുണ്ടെങ്കിൽ വിത്ത് ഓഫീസ് ഇൻ മുംബൈ ഓർ കൊൽക്കത്തയിലോ മുംബൈയിലോ ഓഫീസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ 5 lakh പ്ലസ് 25,000 പെർ അഡീഷണൽ ഓഫീസ്, മാക്സിമം 10 lakhs ആയിരിക്കണം. വിത്തൗട്ട് ഓഫീസ് ഇൻ മുംബൈ ഓർ കൊൽക്കത്ത ആണെങ്കിൽ 1 lakhും പ്ലസ് 10,000 പെർ ഓഫീസിന് 10,000ഉം. ഇൻ ദ സെയിം ഡിസ്ട്രിക്റ്റ് 25,000 പെർ ഓഫീസ് ഇൻ അതർ ഡിസ്ട്രിക്റ്റ്, മാക്സിമം 5 lakh വരെ പോകാം. ബാങ്ക്സ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഓഫീസ് മുംബൈയിലോ കൊൽക്കത്തയിലോ വിത്തൗട്ട് ഓഫീസായിട്ടുള്ള ബിസിനസ് ഓഫീസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ 15 lakh പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം. എന്നാൽ വിത്ത് ബിസിനസ് ഓഫീസ് ഇൻ മുംബൈ ഓർ കൊൽക്കത്ത ആണെങ്കിൽ 20 lakh ആയിരിക്കും. അഡീഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 50% ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിരിക്കണം. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്തായിരിക്കണം? അതിൽ 50% ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിരിക്കണം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പാടില്ല? ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആയിരിക്കണം. ക്യാപിറ്റൽ മസ്റ്റ് കൺസിസ്റ്റ് ഓൺലി ഓർഡിനറി ഓർ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കണം. അതുപോലെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ബ്രോക്കറേജ് ഓർ ഡിസ്കൗണ്ട് ഓൺ ഷെയർസ് കനോട്ട് എക്സീഡ് 2.5% ഓഫ് പെയ്ഡ് അപ്പ് വാല്യൂ. പെയ്ഡ് അപ്പ് വാല്യൂവിനേക്കാൾ കൂടുതൽ 2.5ൻ്റെ മുകളിൽ എന്ത് വരാൻ പാടില്ല? ഡിസ്കൗണ്ട് ഓൺ ഷെയർസും അതുപോലെ ബ്രോക്കറേജോ കമ്മീഷൻസൊന്നും അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസൊന്നും അതിന് മുകളിൽ വരാൻ പാടില്ല. നോ ചാർജ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ അൺപെയ്ഡ് ക്യാപിറ്റൽ. അതുപോലെ ഡിവിഡൻഡ് കനോട്ട് ബി ഡിക്ലെയർഡ് അൺലെസ് ഓൾ ഇൻടാഞ്ചിബിൾ എക്സ്പെൻസസ് ആർ റിട്ടേൺ ഓഫ്. എല്ലാ ഇൻടാഞ്ചിബിൾ എക്സ്പെൻസസും റിട്ടേൺ ഓഫ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ബൈ ബാങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില അക്കൗണ്ട്സുകളുണ്ട്. എന്തൊക്കെയാണ്? ക്യാഷ് ബുക്ക്, ക്യാഷ് ബാലൻസ് ബുക്ക്, ഡേ ബുക്ക്, കറണ്ട് അക്കൗണ്ട് ലെഡ്ജർ, സേവിംഗ് ബാങ്ക് ലെഡ്ജർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ലെഡ്ജർ, ജനറൽ ലെഡ്ജർ, അതർ ലെഡ്ജേഴ്സിൽ വരുന്ന കൊടുത്തിട്ടുണ്ട്. അപ്പം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മറൈസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് വിത്ത് ബാലൻസ് വെരിഫൈഡ് ഡെയിലി നമ്മൾ നടക്കുന്ന എന്താണ് നമ്മുടെ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഒക്കെ സമ്മറൈസ് ചെയ്യുന്ന അതിൻ്റെ ബാലൻസ് വെരിഫൈ ചെയ്യുന്നു. ഡെയിലി ബാലൻസ് വെരിഫൈ ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ക്യാഷ് ബാലൻസ് ബുക്ക് ഉണ്ട്. റെക്കോർഡ് ഡെയിലി ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് സൈൻഡ് ബൈ ദ ക്യാഷ്യർ ആൻഡ് മാനേജർ. ഡെയിലി ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്യും. അതെന്ത് ചെയ്യും? ക്യാഷ്യർ അല്ലെങ്കിൽ മാനേജർ അത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡേ ബുക്ക് ഉണ്ടാകും. ഡെയിലി റെക്കോർഡ് ട്രാൻസാക്ഷൻ, ഡെയിലി ബാങ്കിൽ നടക്കുന്ന എല്ലാ തരം ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതാണ് ഡേ ബുക്ക്. ക്യാഷ് ട്രാൻസ്ഫർ ഉണ്ടാവും, ക്ലിയറിങ്സും ഉണ്ടാവും, കറണ്ട് അക്കൗണ്ട് ലെഡ്ജർ ഉണ്ടാവും. അതുപോലെ സേവിംഗ് ബാങ്ക് ലെഡ്ജർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ലെഡ്ജർ, ജനറൽ ലെഡ്ജർ, അതർ ലെഡ്ജേഴ്സ് ആയിട്ടുള്ള ഓവർ ഡ്യൂ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ലെഡ്ജർ, ലോൺ ലെഡ്ജർ, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ, ഇതൊക്കെ എന്ത് ചെയ്യും? ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സുകളാണ്. ഇനി രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ബൈ ബാങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ്? ബിൽ ഫോർ കളക്ഷൻ രജിസ്റ്റർ, സെക്യൂരിറ്റി രജിസ്റ്റർ, ഡോക്യുമെൻറ്റ് രജിസ്റ്റർ, സ്റ്റാൻഡേർഡിംഗ് ഓർഡർ രജിസ്റ്റർ, ചെക്ക് ഡിസോണർ രജിസ്റ്റർ, ഡ്രാഫ്റ്റ് ഇഷ്യൂ രജിസ്റ്റർ, ഡ്രാഫ്റ്റ് പേയബിൾ രജിസ്റ്റർ ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ ഡി ഡി രജിസ്റ്റർ, ഫോറിൻ ലെറ്റർ ഫോർ ക്രെഡിറ്റ് രജിസ്റ്റർ. ഇനി ഇമ്പോർട്ടൻറ്റ് ബാങ്കിങ് ടേംസ് എന്തൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പ്രോഫിറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് 25% എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. അതിനാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. അൺഎക്സ്പയർഡ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന പോർഷൻ ഓഫ് അൺഏൺഡ് ഡിസ്കൗണ്ട് ഓൺ ബിൽസ് നോട്ട് യെറ്റ് മെച്യൂർഡ് ആണ്. കസ്റ്റമേഴ്സ് ആക്സെപ്റ്റൻസ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ഗ്യാരണ്ടീസ് ഓർ എൻഡോഴ്സ്മെൻറ്റ് ഫോർ ദ കസ്റ്റമർ ട്രാൻസാക്ഷൻ, ബിൽ ഫോർ കളക്ഷൻ, ബാങ്ക് കളക്ട് ആൻഡ് പ്രോസസ് ബിൽ ഫോർ ദ കസ്റ്റമേഴ്സ് റെക്കോർഡ് സെപ്പറേറ്റ്ലി. ഒരു റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ലോൺ നൽകുന്നതിനും എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണുള്ളത്? നോ ലോൺസ് അഗെയിൻസ്റ്റ് ഓൺ ഷെയർസിൻ്റെ
ഓൺ ഷെയർസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെയില്ല, ലോൺ നൽകില്ല. നോ ലോൺ ടു ഡയറക്ടേഴ്സ് ഓർ ഫേം ഓർ കമ്പനീസ് വേർ ഡയറക്ടർ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻട്രസ്റ്റ്. ഡയറക്ടേഴ്സിനോ ഫേമിനോ അല്ലെങ്കിൽ കമ്പനീസോ അവർക്ക് എന്താണ്, കമ്പനിയുടെ മുകളിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊന്നും എന്തെയില്ല, ലോൺ അനുവദിക്കുന്നില്ല. അതുപോലെ RBI റെഗുലേറ്റ്സ് ലെൻഡിങ് പോളിസീസ്, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ലോൺ മാർജിൻസ്. RBI എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് നിയന്ത്രിക്കുന്നുണ്ട്, എന്തൊക്കെ ലെൻഡിങ് പോളിസീസും നമ്മൾ എത്രത്തോളമാണ് നമുക്ക് പിന്നെ ലോൺ നൽകാൻ പറ്റുക, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ലോൺ മാർജിൻസ്, ഇതൊക്കെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? RBI ആണ്. അടുത്ത CRR, SLR, റെപ്പോ റേറ്റ് ആൻഡ് റിസർവ് റെപ്പോ റേറ്റ്. അതൊക്കെയാണ്. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും, അഥവാ ബാങ്കിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ് ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് വിത്തിൻ RBI ഏർണിംഗ് നോ ഇൻട്രസ്റ്റ്. CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മുകളിൽ ലഭിക്കുന്ന പെർസെൻറ്റേജ് ആണ്. അതിന് എന്തില്ല, ഇൻട്രസ്റ്റ് ഒന്നും ഏൺ ചെയ്യുന്നില്ല. SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയും. പെർസെൻറ്റേജ് ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ബാങ്ക് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ട്. റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ബാങ്ക് ബോറോ ഷോർട്ട് ടേം ഫണ്ട് ഫ്രം RBIയിൽ നിന്ന് ഷോർട്ട് ടേം ഫണ്ടായിട്ട് കടമെടുത്തിരിക്കുന്ന ഫണ്ടിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിസർവ് റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ എക്സസ് ഫണ്ട് ഫ്രം ബാങ്ക്സ് ആണ്. അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ബാങ്ക്സ്. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാങ്കിൽ തയ്യാറാക്കുന്നുള്ളതാണ്. ഇയർ എൻഡിങ് March 31, 2021 ബാലൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം. ഇപ്പോൾ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കിട്ടിയിരിക്കുന്നത് 2,50,000, ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 36,000, സാലറീസ് 30,000, പോസ്റ്റേജ് 5,000, അങ്ങനെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പം അതിന് മുമ്പ് നമ്മൾക്ക് ഈ എമൗണ്ടിന് എന്ത് ചെയ്യണം, 1000 മാറ്റണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾ ടെക്സ്റ്റിൽ കാണുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം തന്നിരിക്കുന്ന ഒരു എമൗണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,50,000 കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിന് 1000 എങ്ങനെ മാറ്റാം? ടു 2,50,000 നമ്മൾ എന്ത് ചെയ്യും, 1000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, 1000 പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ 2,50,000 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 250. അങ്ങനെയാണ് ഇവിടെ 250 വരുന്നത്. അങ്ങനെയാണ് ഈ ഓരോ എമൗണ്ട് 1000 ഈ ടോട്ടൽ എമൗണ്ടിന് എന്ത് ചെയ്യും, 1000 ഡിവൈഡ് ചെയ്യുമ്പം ഈ 3 ഡിജിറ്റ് നമുക്ക് ലഭിക്കും. അപ്പം ഇൻട്രസ്റ്റ് ഏൺഡ് 710 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷെഡ്യൂൾ 13 പ്രകാരം. അപ്പം അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇൻട്രസ്റ്റ് ഏൺഡ് ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഏൺഡ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ പറഞ്ഞു എത്ര കിട്ടി, 2,50,000. അപ്പോൾ നമ്മൾ അതിനെ 1000 മാറ്റിയപ്പോൾ നമ്മൾക്ക് എത്ര ലഭിച്ചു, 250 ആയിട്ട് കിട്ടി. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 3,40,000 ആണ്. ഇതിനെയും നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലഭിച്ചു, 340. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 120. അങ്ങനെയാണ് ടോട്ടൽ 710 വരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ എമൗണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഏൺഡ് എത്രയാണ്, ഷെഡ്യൂൾ 13 പ്രകാരം 710 ആണ്. അതർ ഇൻകം, അപ്പം ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ടോട്ടൽ ഇൻകം എത്രയാണ് വന്നിരിക്കുന്നത്, ഇൻകത്തിൻ്റെ സൈഡിലാണ് ഇൻട്രസ്റ്റ് ഏൺഡും അതുപോലെ അതർ ഇൻകം ചേർത്തിട്ട് ടോട്ടൽ ഇൻകം വരുന്നത് 850 ആണ്. അതുപോലെ എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ഷെഡ്യൂൾ 15 പ്രകാരം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നത് 132 ആണ്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് 718 ആണ്.
അങ്ങനെ ട്രാൻസ്ഫർ ഓൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് 25% ഓഫ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 179 ആണ് 0.50. അങ്ങനെ ടോട്ടൽ ബാലൻസ് വരിക 718 ആണ്. അപ്പം അതെങ്ങനെയാണ് ഓരോന്ന് ചെയ്തിരിക്കുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് ആദ്യം നോക്കി ഷെഡ്യൂൾ 13 പ്രകാരം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു. നമ്മൾ എമൗണ്ടിനെ 1000 ഡിവൈഡ് ചെയ്തിട്ട് 250 കിട്ടി. അങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് കിട്ടി. അതുപോലെ ഷെഡ്യൂൾ 14 അതർ ഇൻകം കമ്മീഷൻ റിസർവ് എത്രയാണ്? കമ്മീഷൻ റിസർവ് ഇവിടെ തന്നിട്ടുണ്ട് 1,40,000 1000 മാറിയിട്ടാണ് ഇവിടെ അതർ ഇൻകം 140 കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 36, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് 20, അങ്ങനെയാണ് 56 ഇവിടെ വന്നിരിക്കുന്നത്. ക്യാഷ് ക്രെഡിറ്റ് ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് തന്നെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഷെഡ്യൂൾ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എങ്ങനെയാണ് സാലറീസ്, ടെലിഫോൺ ആൻഡ് ഇൻ്റർനെറ്റ് ഇതിനൊക്കെ 1000 മാറ്റി. അതുപോലെ പ്രിൻറ്റിങ് സ്റ്റേഷനറി, റെൻറ്റ് അതൊക്കെ ചേർത്തിട്ട് 76 കിട്ടി. അങ്ങനെയാണ് ഇവിടെ 76 വന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 76, അങ്ങനെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇതെല്ലാം കൂട്ടുമ്പോൾ 132 വരും. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,50,000 1000 ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് 250 കിട്ടുന്നത് 1000 മാറ്റുമ്പോൾ. ഇനി നെറ്റ് പ്രോഫിറ്റ് കാണുന്ന ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് ആണ്. അപ്പം നമ്മൾക്ക് ടോട്ടൽ ഇൻകം കിട്ടിയിരിക്കുന്നത് 850, ടോട്ടൽ എക്സ്പെൻസസ് 132 ആണ്. അങ്ങനെയാണ് 780 നമ്മൾക്ക് ലഭിക്കുന്നത്. അതിന് 1000 മാറ്റിയിട്ട് 718 ടോട്ടൽ നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. സെയിം ഈ ഒരു മെത്തേഡിൽ തന്നെ മറ്റുള്ള ഇല്ലുസ്ട്രേഷൻ നോക്കിയാൽ മതിയാകും. ഈ ഡിജിറ്റ് ഇങ്ങനെ വരുന്നത് അതിന് 1000 മാറുന്നതുകൊണ്ടാണ്. അടുത്ത യൂണിറ്റ് 18 കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് വാരിയസ് ഫിനാൻഷ്യൽ സർവീസ് ടു കസ്റ്റമർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് പേയ്മെൻറ്റ് ലൈക്ക് ഇൻട്രസ്റ്റ്, ഫീസ് ആൻഡ് കമ്മീഷൻ. നമ്മൾ സാധാ ബാങ്കിന് തന്നെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പം എന്താണ്, ജനങ്ങൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതുപോലെ അവർക്ക് ലോൺ നൽകുകയും ഒക്കെ ചെയ്യുന്ന ബാങ്ക് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അതുപോലെ എന്നാൽ കൂടെ ദേ ഓൾസോ ബാലൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ലൈക്ക് വെൽഫെയർ, റീജിയണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഡെഫിനിഷൻ കൊടുത്താൽ മതി. കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് വാരിയസ് ഫിനാൻഷ്യൽ സർവീസസ് ടു കസ്റ്റമർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് പേയ്മെൻറ്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ്, ഫീസ് ആൻഡ് കമ്മീഷൻസ്. അവരുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഇനി റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തൊക്കെയാണ്? എൻകറേജിങ് സേവിങ്സ്. എന്താണ്, നമ്മൾ സേവിങ്സ് ചെയ്യുന്നതിന് വേണ്ടി എൻകറേജ് ചെയ്ത് പ്രൊമോട്ട് സേവിങ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അതുപോലെ പ്രൊവൈഡിങ് ക്രെഡിറ്റ്, നമ്മൾക്ക് എന്താണ് ലോണ് ബിസിനസ് ചെയ്യുന്നതിനൊക്കെ ഇൻഡസ്ട്രീസിനൊക്കെ ഇൻഡിവിജ്വലിനൊക്കെ എന്ത് നൽകുന്നുണ്ട്? ലോണ് നൽകുന്നുണ്ട്. റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഓരോ ബ്രാഞ്ചസ് ഓരോ റൂറൽ ഏരിയയിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് റീജിയണൽ ഡെവലപ്മെൻറ്റ് വരികയാണ്. അതുപോലെ സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ്, ഫിനാൻഷ്യൽ എന്താണ് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ബൂസ്റ്റിംഗ് കീ സെക്ടേഴ്സ് ആയിട്ടുള്ള എയ്ഡ് അഗ്രികൾച്ചർ, സ്മോൾ ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് എക്സ്പോർട്സ്, ഫെസിലിറ്റേറ്റിംഗ് കൊമേഴ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് സിസ്റ്റം ഇൻ ഇന്ത്യ എങ്ങനെയൊക്കെയാണ്? ഇന്ത്യാസ് ബാങ്കിങ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI. ദ സെൻട്രൽ റെഗുലേറ്ററി അതോറിറ്റി ആണ് RBI എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ടുള്ള ഇൻക്ലൂഡ് പബ്ലിക്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ എന്തൊക്കെ വരും? പബ്ലിക് ഉണ്ടാവും, പ്രൈവറ്റ് ഉണ്ടാവും, ഫോറിൻ ഉണ്ടാവും, റീജിയണൽ ബാങ്ക്സ് ഉണ്ടാവും. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് സെർവ് സ്മോൾ ഫിനാൻഷ്യൽ നീഡ്സ് അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ. കമ്മ്യൂണിറ്റി ലെവലിൽ നമ്മളെ സഹകരണ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം താരതമ്യേന കൊമേഴ്ഷ്യൽ ബാങ്കിനെക്കാട്ടി കുറച്ചുകൂടെ ഫിനാൻഷ്യലി സ്മോൾ ടൈപ്പ് ആയിരിക്കും. സെർവ് സ്മോൾ ഫിനാൻഷ്യൽ നീഡ്സ്, ചെറിയ ഫിനാൻഷ്യൽ നീഡ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ബാങ്കാണ്. നമ്മുടെ എന്താണ്
മോസ്റ്റ്ലി കോർപ്പറേറ്റീവ് ബാങ്ക് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റികൾ, നമ്മുടെ ജനങ്ങൾക്ക് വെൽഫെയറിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ ഏണിംഗ് പ്രോഫിറ്റ്. നമ്മൾ കോർപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് മുമ്പ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെടും? പബ്ലിക് ഉണ്ടാവും, പ്രൈവറ്റ് ഉണ്ടാവും, ഫോറിൻ ഉണ്ടാവും, റീജിയണൽ ബാങ്ക്സ് ഉണ്ടാവും. റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക്, റെഗുലേറ്ററി അതോറിറ്റിയാണ്. ഇനി ബാങ്കിൻ്റെ 2019 to 2020 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം ബാങ്ക് എന്ന് പറയുന്നതാണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ആൻഡ് ലെൻഡിങ് മണി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ബിസിനസ് പർപ്പസ്. ബാങ്കിൻ്റെ ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്ക് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും പബ്ലിക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മണി ലെൻഡ് ചെയ്യുന്നതും ബിസിനസ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മണി ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ മണി എന്ത് ചെയ്യുന്നു, ലെൻഡ് ചെയ്യുന്നതുമാണ് എന്താണ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാങ്ക് മീൻസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ആൻഡ് ലെൻഡിങ് മണി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ബിസിനസ് പർപ്പസസ്. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ബാങ്ക് കളക്ട് ഫണ്ട്സ് ഫ്രം പബ്ലിക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്. ബാങ്ക് എന്ത് ചെയ്യും, പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ്? കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്, വിഡ്രോവൽസ് എനി ടൈം. വിഡ്രോവബിൾ എനി ടൈം, ഏത് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം കറണ്ട് അക്കൗണ്ടിൽ. ഫിക്സ്ഡ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഡെപ്പോസിറ്റ് ഇടുകയാണ്. അപ്പം ഹയർ ഇൻട്രസ്റ്റ് ലഭിക്കും. സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ഓഫ് കറണ്ട് ആൻഡ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഫോർ പേഴ്സണൽ സേവിങ്സ്. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൻ്റെയും ഫിക്സ്ഡിൻ്റെ ഒരു മിക്സ്ചറാണ്. ഇത് എന്താണ്, ഫോർ പേഴ്സണൽ സേവിങ്സിന് വേണ്ടി ഉള്ളതാണ്. ഇനി പ്രൊവിഡൻറ്റ് ലോൺ ആൻഡ് അഡ്വാൻസസ് എന്തൊക്കെയാണ്? ബാങ്ക് ലെൻഡ് മണി ടു ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്. ബിസിനസ്സിനും ഇൻഡിവിജ്വൽസിനും എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പണം കടം നൽകുന്നുണ്ട്, അഥവാ ലോണായിട്ട് നൽകുന്നുണ്ട്. എന്തൊക്കെയാണ്? ക്യാഷ് ക്രെഡിറ്റ്, ബോറോസ് വിഡ്രോൺ അപ് ടു സാങ്ഷൻഡ് ലിമിറ്റ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി. ഡിമാൻഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ റീപേബിൾ ഓൺ ഡിമാൻഡ്, യൂഷ്വലി ഫോർ ഷോർട്ട് ടേം നീഡ്സിന് വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ള ഡിമാൻഡ് ലോൺസ് എടുക്കുക. ഷോർട്ട് ടേം ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം നീഡ്സിന് വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ള ഡിമാൻഡ് ലോൺസ് എടുക്കാൻ. ഷോർട്ട് ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ പ്രയോറിറ്റി സെക്ടർ ഫിനാൻസിങ്. അത് സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ചസ്. ബാങ്ക് ബൈ ബിൽസ്, നമ്മൾ ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യാം, നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെയൊക്കെയാണ്? ബാങ്ക് ബൈ ദ ബിൽ അഥവാ പ്രോമിസസ് ഓഫ് ഫ്യൂച്ചർ പേയ്മെൻറ്റ് ആണ് ബാങ്ക് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എന്ത് ചെയ്യും, ബാങ്ക് അത് അക്സെപ്റ്റ് ചെയ്യും at a discount and collect them from the debtor later. Credit creation, bank provide loan while keeping only a small reserve, increasing money supply, financing foreign trade, അതുപോലെ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഇനി ഏജൻസി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ബാങ്ക് ആക്ട് ആസ് ഏജൻറ്റ് ഫോർ ദ കസ്റ്റമറിന് വേണ്ടി ഏജൻറ്റായിട്ട് ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ രീതിയിൽ? ഫണ്ട് ട്രാൻസ്ഫറിൽ, ബിൽ പേയ്മെൻറ്റിൽ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസിൽ, കളക്ടിങ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റിൽ, അതുപോലെ പ്രൊവൈഡിങ് ബിസിനസ് റെഫറൻസസ്. ഇതിലൊക്കെ എന്താണ്, ബാങ്ക് കസ്റ്റമറിന് വേണ്ടി ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫണ്ട് ട്രാൻസ്ഫറിൽ ഇഷ്യൂ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, മെയിൽ ആൻഡ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ. ബിൽ പേയ്മെൻറ്റിൽ പേ ടാക്സസ്, ഇൻഷുറൻസ് ആൻഡ് യൂട്ടിലിറ്റി ബിൽ ഫോർ കസ്റ്റമേഴ്സിന് വേണ്ടി ടാക്സസും അതുപോലെ ഇൻഷുറൻസും യൂട്ടിലിറ്റി ബിൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഹാൻഡിൽ ഷെയർസ് ആൻഡ് സെക്യൂരിറ്റി ബിഹാഫ് ഓഫ് ക്ലയൻറ്റ്, അതുപോലെ കളക്ടിങ് ഡിവിഡൻഡ് ഇൻട്രസ്റ്റ്, റിസീവ് പേയ്മെൻറ്റ്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊവൈഡിങ് ബിസിനസ് റെഫറൻസസ്, ഗിവ് എക്കണോമിക് ഇൻഫർമേഷൻ അബൌട്ട് കസ്റ്റമേഴ്സ്. ഇനി ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബാങ്കിൻ്റെ ട്രാവൽ ആൻഡ് ഗിഫ്റ്റ് ചെക്സ് ഇഷ്യൂഡ് ഫോർ സെക്യൂർ ട്രാൻസാക്ഷൻ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് ഫോർ സ്റ്റോറിങ് വാല്യബിൾ ആൻഡ് ഡോക്യുമെൻറ്റ്സ്. നമുക്ക് ലോക്കർ ഫെസിലിറ്റി എന്താകുന്നുണ്ട്, ബാങ്ക് നൽകുന്നുണ്ട്. നമ്മൾ എന്താണ് വാല്യബിൾ ആയിട്ടുള്ള സ്വർണം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ലോക്കർ വെക്കുന്നത്. അതുപോലെ അണ്ടർ റൈറ്റിംഗ് സർവീസസ്, അസിസ്റ്റിംഗ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ്. അടുത്ത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ബോർഡ് കാറ്റഗറീസ്. ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ രണ്ട് മെയിൻ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ദീസ് ബാങ്ക്സ് ആർ ഇൻക്ലൂഡ് ഇൻ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934.
ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എങ്ങനെ, പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്. അപ്പം ഷെഡ്യൂൾഡ് ബാങ്കിനെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നത് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഫോറിൻ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഇത് ഓണും കൺട്രോളും ആരാണ്? ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ബാങ്കുകളാണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് സെർവിങ് സൊസൈറ്റി റാദർ ദാൻ ജനറേറ്റിംഗ് പ്രോഫിറ്റ്. അതിൻ്റെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഏർണിംഗ് പ്രോഫിറ്റിനേക്കാൾ എന്താണ്, സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്, സൊസൈറ്റിക്ക് വേണ്ടി സെർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക്. ടൈപ്പ് എന്തൊക്കെയാണ്? SBI ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ്, അത് റാഷണലൈസ്ഡ് ബാങ്ക്സും. ഇനി പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഓൺഡ് ആൻഡ് കൺട്രോൾ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റീസ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ എൻറ്റിറ്റിയോ അവരുടെ അണ്ടറിൽ വരുന്ന, അവർ ഓൺ ചെയ്തിരിക്കുന്ന, അവർ സ്വന്തമാക്കിയിട്ടുള്ള എന്താണ്, ബാങ്ക്, അവരുടെ സ്വന്തമായിട്ടുള്ള ബാങ്കുകളാണ്. അവരുടെ പ്രൈം എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. എക്സാമ്പിൾ ICICI ബാങ്ക്, അതുപോലെ HDFC ബാങ്ക്, IDBI ബാങ്കുകളാണ്. ഇനി ഫോറിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓൺഡ് ആൻഡ് കൺട്രോൾ ബൈ ഫോറിൻ എൻറ്റിറ്റീസ്. ഫോറിൻ എൻറ്റിറ്റീസ് ഓൺ കൺട്രോൾ ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ്. ഗെയിൻഡ് പ്രോമിനൻസ് ആഫ്റ്റർ ഇക്കണോമിക്കൽ ലിബറലൈസേഷൻ. എക്സാമ്പിൾ ബാങ്ക് ഓഫ് അമേരിക്ക, അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ഇതൊക്കെയാണ്. ഇനി അടുത്തത് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, അഥവാ ദീസ് ബാങ്ക്സ് ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI Act 1934. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ഇനി സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫണ്ട് എങ്ങനെയാണ്, ഫണ്ടിൻ്റെ സോഴ്സ് എങ്ങനെയാണ് അവർ ഫണ്ട് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫണ്ട്സ് കം ഫ്രം വാരിയസ് സോഴ്സ്. പല സോഴ്സുകളിൽ നിന്നായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഫണ്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഡെപ്പോസിറ്റ്സ്. ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് തന്നെയാണ്. നമ്മളെന്താണ്, പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഫണ്ട് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെ വരും? ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ടേംസ് ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി 90% ഓഫ് ബാങ്ക്സ്. ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി 90% ഓഫ് ദ ബാങ്ക്സ് ലയബിലിറ്റീസ് ആണ്. റിസർവ് ഫണ്ട്സ് അഥവാ ബിൽഡ് ഫ്രം സർപ്ലസ് പ്രോഫിറ്റ് ഹെൽപ്സ് ബാങ്ക് മീറ്റ് വിഡ്രോവൽ ഡിമാൻഡ്. അതുപോലെ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ്? സർപ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും വിഡ്രോവൽസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ ഡെപ്പോസിറ്റ്സിൽ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ ഈ റിസർവ് ഫണ്ട് എന്നായിരിക്കും എന്ത് ചെയ്യുക, ഫണ്ട് പോവുക. ബാങ്ക് ട്രൈ മെയിൻറ്റെയിൻ അറ്റ്ലീസ്റ്റ് 12% ഓഫ് ദർ നെറ്റ് പ്രോഫിറ്റ് ആസ് റിസർവ് ഫണ്ട്. ബാങ്ക് എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 12% എങ്കിലും റിസർവ് ഫണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. റിട്ടൈൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ഫ്രം ഫീസ്, ഓവർ ഡ്രാഫ്റ്റ് ലോണ്, ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റീസ് യൂസ്ഡ് ഫോർ ബാങ്ക് ഓപ്പറേഷൻ എക്സ്പെൻസസ്. റിട്ടൈൻഡ് ഏർണിങ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഫീസിൽ നിന്നും, ഓവർ ഡ്രാഫ്റ്റിൽ നിന്നും, നമ്മുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റിൽ നിന്നും, സെക്യൂരിറ്റീസിൽ കിട്ടുന്ന പണമാണ് റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ബാങ്കിൻ്റെ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ഓപ്പറേഷൻസിനും എക്സ്പാൻഷനും ഒക്കെയാണ് ഈ ഏർണിങ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ റൈസ്ഡ് ബൈ സെല്ലിംഗ് ഷെയർസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ആൻഡ് ഗ്രോത്തും. അതുപോലെ ബോറിംഗ് ഫ്രം അതർ ബാങ്ക്സ്, മറ്റ് ബാങ്കിൽ നിന്ന് കടമെടുത്ത പണം യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ടു അഡ്രസ്സിംഗ് ലിക്വിഡിറ്റി ഷോർട്ടേജസ്. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നോംസ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ് ലൈൻ ഫോർ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്കിന് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡ് ലൈന് RBI നൽകുന്നുണ്ട്. അതൊക്കെയാണ് ബാങ്ക് മസ്റ്റ് ഫ്രെയിം ഇൻറ്റേർണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദേ ക്യാൻ സെൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓൺലി അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നോംസ് എന്താണ് RBI ഗൈഡ് ലൈൻ നൽകുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ ഇവിടെ RBI പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് മസ്റ്റ് ഫ്രെയിം ഇൻറ്റേർണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്. ദേ ക്യാൻ സെൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓൺലി അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. അവർക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെല് ചെയ്യാൻ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി
ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഹെൽഡ് ടു മെച്യൂരിറ്റി അഥവാ HTM. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവൈലബിൾ ഫോർ സെയിൽ അഥവാ AFS, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി സോൾഡ്. ഹെൽഡ് ഫോർ ട്രേഡിംഗ് അഥവാ HFT, ഫോർ ക്വിക്ക് റീസെയിൽ ടു ഏൺ പ്രോഫിറ്റ് ആണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം സീറോ കൂപ്പൺ ബോണ്ട്സ് അഥവാ is discouraged unless the issuer maintains sinking fund. Bank must maintain an investment fluctuation reserve, the IFR, for at least 5% of their investment portfolio. Asset structure of commercial banks. Commercial bank in the asset structure എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The asset side of commercial bank's balance sheet show the fund are utilized. The asset include നമ്മുടെ ബാങ്കിൻ്റെ അസറ്റിൽ വരുന്ന എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് എന്തൊക്കെയാണ് എസൻഷ്യൽ ഫോർ ലിക്വിഡിറ്റി ബട്ട് ജനറേറ്റ് നോ ഏണിങ്സ്. എമൗണ്ട് ഹെൽഡ് ഡിപ്പെൻഡ് ഓൺ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ബാങ്കിങ് നെറ്റ്വർക്ക് സ്ട്രെങ്ത്. മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത് ഫണ്ട് ലെൻഡ് ടു അതർ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഷോർട്ട് പീരീഡ്. ബാങ്ക് മറ്റുള്ള ബാങ്കിന് നൽകിയിരിക്കുന്ന മണിയാണ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. 1 day തൊട്ട് 40 days വരെയുള്ള ഷോർട്ട് പീരീഡിന് ലെൻഡ് ചെയ്തിരിക്കുന്ന മണി ആയിരിക്കും. അതുപോലെ ലോൺ ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അസറ്റ് ഓഫ് ബാങ്ക്. ബാങ്കിൻ്റെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോൺ ആൻഡ് അഡ്വാൻസസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ഇൻക്ലൂഡിങ് ഗവൺമെൻറ് സെക്യൂരിറ്റി, ഷെയർസ്, ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ് റെപ്രസെൻറ്റ് അറൗണ്ട് 24.5% ഓഫ് ടോട്ടൽ അസറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ബാങ്കിൻ്റെ 24.5% ഓഫ് അസറ്റ് എവിടെ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. ഇനി ലോൺ ആൻഡ് അഡ്വാൻസസ് ആണ് 60.9% ഓഫ് അസറ്റും വരുന്നത് ലോൺ ആൻഡ് അഡ്വാൻസസ് എന്നാണ്. ബിൽ ആൻഡ് സെക്യൂരിറ്റി ഡിസ്കൗണ്ടഡ് ഷോർട്ട് ടേം കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ക്വിക്ക് ലിക്വിഡിറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് നമ്മുടെ ബാങ്കിൻ്റെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അസറ്റ് സൈഡിൽ വരുന്നത്. ഇതൊക്കെയാണ് ക്യാഷ് ഇൻ ഹാൻഡ്, മണി ഇൻ അറ്റ് ഷോർട്ട് നോട്ടീസ്, ലോൺ ആൻഡ് അഡ്വാൻസസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽ ആൻഡ് സെക്യൂരിറ്റി ഇവൻറ്റ്സ്. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ 19 നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA. NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഇൻഡിവിജ്വലിനോ എൻറ്റിറ്റിക്കോ ലോൺ നൽകുകയും എന്നാൽ അതെന്ത് ചെയ്യുന്നില്ല, അവർ കറക്റ്റ് ടൈമിൽ അതിൻ്റെ എമൗണ്ടോ ഇൻട്രസ്റ്റോ തിരിച്ചടക്കാതെ പേയ്മെൻറ്റ് ഡിഫോൾട്ട് ആവുന്നതിനാണ് NPA എന്ന് പറയുന്നത്. NPA എന്താണ് നമ്മുടെ ബാങ്കിനൊരു ത്രെട്ടണാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെയും ഒരു ഭീഷണി തന്നെയാണ് NPAs എന്ന് പറയുന്നത്. അപ്പം ബാങ്ക് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദ എക്കണോമിക് സിസ്റ്റം ബൈ മൊബിലൈസിങ് പബ്ലിക് സേവിങ്സ്, പ്രൊവൈഡിങ് ക്രെഡിറ്റ് ആൻഡ് ആക്ടിങ് ആസ് എ custodian of liquidity capital. The primary function of banks including lending funds for various sectors like agricultural, industries, housing and personal loans. അപ്പം നമ്മൾ ബാങ്കിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലോൺ ഫണ്ട് എന്ത് ചെയ്യുക, കടം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അഗ്രികൾച്ചർ സെക്ടറിനും ഇൻഡസ്ട്രീസിനും ഹൗസിങ്ങിനും പേഴ്സണൽ ലോണൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ബാങ്ക് എന്ത് ചെയ്യും, പണം ലെൻഡ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ however a growing concern for banks in India is the rise in non-performing asset അഥവാ NPAs which threaten financial stability and profitability. നമ്മുടെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഭീഷണിയായി മാറുന്ന ഒന്നാണ് എന്താണ് NPAs അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ്. എ നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA refers to a loan or advance that ceases to generate income for the bank. If interest or principal payment remain unpaid for more than 90 days, the asset is classified as an NPA. Previously, an asset was considered an NPA after 180 days of non-payment, but the Reserve Bank of India RBI revised that 90 days in 2004, strict monitoring the improved financial transparency. അപ്പോൾ ഇത്രയേ ഉള്ളൂ. NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോണും അഡ്വാൻസസും നൽകുകയും എന്നാൽ ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ കമ്പനീസിനോ ബിസിനസ്സിനോ വേണ്ടി നമ്മൾ ബാങ്ക് എന്താണ് ലോണോ അഡ്വാൻസ് നൽകുകയും എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ച് ആ പേയ്മെൻറ്റ് നൽകുകയോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ച് നൽകാതെ ഡിഫോൾട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയും നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയും. ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വലിയൊരു ഭീഷണിയാണ്. കാരണം അവർ അസറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ലോൺ ആൻഡ് അഡ്വാൻസസ് ആണ്. നമ്മളിവിടെ പറഞ്ഞു 60
60.9% ഓഫ് അസറ്റ് എവിടെ നിന്നാണ് വരുന്നത്, ലോൺ ആൻഡ് അഡ്വാൻസസ് എന്നാണ്. അപ്പം അവരുടെ പ്രോഫിറ്റബിലിറ്റിനെയും അസറ്റിനെയും ഇതെന്ത് ചെയ്യും, ബാധിക്കും. അപ്പം 90 ഡേയ്സിൽ കൂടുതലായിട്ട് എന്ത് ചെയ്തില്ല, തിരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അടക്കാതിരിക്കുമ്പോഴാണ് ഇതിനെ NPA ആയിട്ട് കണക്കാക്കപ്പെടുന്നു. നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ഇതിന് കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം ഡെഫിനിഷൻ ഓഫ് NPAs. നരസിംഹം കമ്മിറ്റിയുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ലോൺ ഈസ് ക്ലാസിഫൈഡ് ആസ് എൻ NPA ഇഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് റിമൈൻ അൺപെയ്ഡ് ഫോർ മോർ ദാൻ 180 ഡേയ്സ്. ഇവിടെ നരസിംഹം കമ്മിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് NPA ഉണ്ടത് ലോണോ അല്ലെങ്കിൽ ലോൺ ക്ലാസിഫൈഡ് ലോണിനെ NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എപ്പോഴാണ്? ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടോ അൺപെയ്ഡ് ആയിട്ട് 180 ഡേയ്സിൽ കൂടുതലായിട്ട് നമ്മൾ അൺപെയ്ഡ് ആയിരിക്കുന്ന പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന ലോണുകളെയാണ് NPA എന്ന് പറയുന്നത്. 180 ഡേയ്സ് ആയിരുന്നു മുമ്പ്, പിന്നീട് അതിനെ 90 ഡേയ്സിലേക്കായിട്ട് കുറക്കുകയും ചെയ്തു. അപ്പോൾ 90 ഡേയ്സ് വരെ പേയ്മെൻറ്റ് ചെയ്യാത്ത ലോണുകളെയാണ് NPA ആയിട്ട് കണക്കാക്കുന്നത്. പ്രൂഡൻഷ്യൽ നോം ഓഫ് ഡെഫിനിഷൻ എന്താണ്? an asset including a leased asset is non-performing where it ceases to generate income from the bank for the bank. RBIന്റെ ഗൈഡ്ലൈൻ NPAs are classified into substandard asset, doubtful asset and loss asset based on the duration and severity of overdue payments. RBIന്റെ ഗൈഡ്ലൈൻ അനുസരിച്ച് NPAനെ ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് ഇൻറ്റു സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ടും ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ടും അല്ലെങ്കിൽ ലോസ് അസറ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ ബേസിൽ? അതിൻ്റെ ഡ്യൂറേഷനും സീവിയറിറ്റിയും പേയ്മെൻറ്റിൻ്റെ ഡ്യൂറേഷനും സീവിയറിറ്റിയും കണക്കാക്കി അതിനെ ഈ സബ് സ്റ്റാൻഡേർഡ് അസറ്റായിട്ടും ഡൗട്ട്ഫുൾ അസറ്റായിട്ടും ലോസ് അസറ്റായിട്ടും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് NPAs. The RBI categorized NPAs into 3 types based on the period non-payment of and the recoverability of dues. NPAsനെ RBI 3 സബ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ബേസ്ഡ് ഓൺ അതിൻ്റെ ഡ്യൂറേഷനും നോൺ പേയ്മെൻറ്റ് അനുസരിച്ചിട്ടും അത് റിക്കവറബിൾ ആണോ എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് അസറ്റ് ദാറ്റ് ഹാവ് റിമെയിൻ NPA ഫോർ ലെസ് ദാൻ or equal to 18 months. These assets have an uncertain recovery status ആയിരിക്കും. അത് എന്താണ്? NPA എന്ത് ചെയ്തു, 18 മന്തിൽ കുറവോ അല്ലെങ്കിൽ ഈക്വൽ ടു 18 മന്ത് ആയിട്ടോ അത് ലോണുകൾ NPA ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം അസറ്റ്സിന് എന്ത് ചെയ്യും? ദീസ് ഹാവ് ആൻ അൺസർട്ടൈൻ റിക്കവറി സ്റ്റാറ്റസ്. ഇത്തരത്തിലുള്ള അസറ്റ്സിന് എന്ത് പറയും? റിക്കവറി സ്റ്റാറ്റസ് എന്ന് പറയും. റിക്കവറി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയും. ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് ദാറ്റ് ഹാവ് റിമെയിൻ NPA ഫോർ മോർ ദാൻ 18 മന്ത് വിത്ത് ഹയർ പ്രോബബിലിറ്റി ഓഫ് ഡിഫോൾട്ട്. നമ്മുടെ ലോണ് NPA ആയിട്ട് 18 മാസത്തിൽ കൂടുതൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയും. ഇതിന് ഹയർ പ്രോബബിലിറ്റി ഓഫ് ഡിഫോൾട്ട്. ഇത് തിരിച്ചടക്കുന്നതിൽ വലിയ ഉറപ്പൊന്നുമില്ല. ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഐഡൻറ്റിഫൈഡ് ആസ് നോൺ റിക്കവറബിൾ ബൈ ബാങ്ക് ഓഡിറ്റർ ഓർ RBI ഇൻസ്പെക്ഷൻസ്. നമ്മൾക്കിനി എന്ത് ചെയ്യില്ല, അതിൻ്റെ പേയ്മെൻറ്റിന് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പായിട്ടുള്ള തരത്തിലുള്ള NPAകളാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് NPAs എന്തൊക്കെയാണ്? ഗ്രോസ് NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ വാല്യൂ ഓഫ് NPA ബിഫോർ ഡിഡക്റ്റിംഗ് പ്രൊവിഷൻ സെറ്റ് അസൈഡ് ഫോർ ബാഡ് ലോൺ. നെറ്റ് NPA എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആക്ച്വൽ ബേർഡൻ ഓൺ ദ ബാങ്ക് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് പ്രൊവിഷൻസ് ഫ്രം ദ ഗ്രോസ് NPA. അടുത്ത് NPA ഐഡൻറ്റിഫിക്കേഷൻ ക്രൈറ്റീരിയ. ഔട്ട് ഓഫ് ഓർഡർ status. A cash credit or overdraft account is classified as a out of order if they remain in excess of the sanctioned limit for an extended period. NPAനെ ഔട്ട് ഓഫ് ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറയപ്പോഴാണ് നമ്മുടെ എന്താണ് ക്യാഷ് ക്രെഡിറ്റോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റോ എന്ത് ചെയ്തു പറഞ്ഞിരിക്കുന്ന ടൈമിലും കൂടുതൽ എക്സ്റ്റെൻഡ് പീരീഡ് ആയിക്കഴിഞ്ഞാൽ അതിന് പറയും ഔട്ട് ഓഫ് ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറയും. അടുത്ത ഓവർഡ്യൂ
ലോൺ എന്ന് പറയുന്നത് എ ലോൺ ഈസ് ഓവർ ഡ്യൂ ഇഫ് ഇറ്റ് ഈസ് നോട്ട് റീപെയ്ഡ് ഓൺ ദ ഡ്യൂ ഡേറ്റ് സെറ്റ് ബൈ ദ ബാങ്ക്. ബാങ്ക് പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? അത്തരത്തിലുള്ള ലോണുകൾ ഓവർ ഡ്യൂ ലോൺ എന്ന് പറയും. ബിൽസ് പർച്ചേസ് ഓർ ഡിസ്കൗണ്ടഡ് ഇഫ് അൺപെയ്ഡ് ഓഫ് ഫോർ 2 quarter ഓർ മോർ ദീസ് ആർ ക്ലാസിഫൈഡ് NPS. 2 quarter അതിൽ കൂടുതലായിട്ട് അൺപെയ്ഡ് ആയിട്ടുള്ള അൺപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? NP ആയിട്ട് കണക്കാക്കപ്പെടും. ബിൽ പർച്ചേസും ഡിസ്കൗണ്ടഡും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓവർവ്യൂ ഓഫ് NPA ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്രം RBI ഷോസ്. RBIൻ്റെ ഡാറ്റ കാണിക്കുന്നത് എന്താണ്? ബോത്ത് ഗ്രോസ് NPA ആൻഡ് നെറ്റ് NPA എന്ത് ചെയ്യുന്നുണ്ട്? ഓവർ ഇയർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഹൈലൈറ്റിംഗ് ദ ഗ്രോയിങ് കൺസേൺസ് റിഗാർഡിംഗ് അസറ്റ് ക്വാളിറ്റി ആൻഡ് ബാങ്ക് പ്രോഫിറ്റബിലിറ്റി. ടു മിറ്റിഗേറ്റ് NPA റിസ്ക്, ബാങ്ക് ആർ അഡോപ്റ്റിംഗ് stringent credit monitoring system, improving recovery mechanism and implement risk assessment strategies. ഇന്ത്യയിൽ ഓവർ ഇയർ എന്താണ് ബാങ്കിൻ്റെ NPS എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി എന്താണ് ചില റെഗുലേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഈ NPA കുറക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ്? ക്രെഡിറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരികയും അതുപോലെ ഇംപ്രൂവിങ് റിക്കവറി മെക്കാനിസം ആൻഡ് ഇംപ്ലിമെൻറ്റ് റിസ്ക് അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവന്നിട്ട് NPAൻ്റെ റിസ്ക് കുറക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇന്ത്യയിൽ. NPA വർദ്ധിക്കുന്നതിന് വേണ്ടി വർദ്ധിച്ചു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് ഫെയിലിയർ ആയിരിക്കാം. ലോൺസ് ബിക്കം NPS വെൻ ബോറോഡ് ഫെയിൽസ് ടു സക്സീഡ് ഇൻ ദ ബിസിനസ് വെഞ്ചർ. ബിസിനസ് നൽകിയിരിക്കുന്ന ലോൺ നൽകുകയും എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ബിസിനസ് ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് പണം നൽകാൻ സാധിക്കാതെ വരിക. അപ്പം ഫസ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടറിൽ വരുന്ന ഫസ്റ്റത്തെ NPA വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫെയിലിയർ ആയിരിക്കും. അതുപോലെ വിൽഫുൾ ഡിഫോൾട്ട് ആയിരിക്കും. ബോറോർ ഹു ക്യാൻ റീപേ ദിയർ ലോൺസ് ബട്ട് ചൂസ് നോട്ട് ടു, ലീഡിങ് ടു ഡിഫോൾട്ട്സ്. കടം എടുത്ത വ്യക്തിക്ക് തിരിച്ചടക്കാൻ സാധിക്കും, അയാൾ എന്ത് ചെയ്യുന്നു, പക്ഷെ കൊടുക്കാതിരിക്കാൻ വേണ്ടി അയാൾ എന്താണ് വിൽഫുൾ ആയിട്ട് അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം അറിഞ്ഞുകൊണ്ട് തന്നെ റീപേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണ്. അതിനാണ് വിൽഫുൾ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. നാച്ചുറൽ കലാമിറ്റീസ് ആയിട്ടുള്ള ഫ്ലഡോ അങ്ങനത്തെ ഒക്കെ വരുമ്പം ബോറോവേഴ്സിന് റീപേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള സാധിച്ചെന്ന് വരില്ല. കാരണം ഫ്ലഡും അതുപോലെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടമെടുത്ത വ്യക്തികൾക്ക് തിരിച്ചടക്കാൻ പറ്റാതെ വരും. അതുപോലെ അൺഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കാം. പ്രൈസ് വാസ് കൺസേൺ ലീഡ് ടു ലോസസ്, ഹിൻഡറിങ് ലോൺ റീപേയ്മെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ സിക്നസ്, ലാക്ക് ഓഫ് ഡിമാൻഡ്, ഇൻഎഫക്റ്റീവ് റിക്കവറി മെക്കാനിസം, റിസിഷൻ, അതുപോലെ ഗവൺമെൻറ് പോളിസീസൊക്കെയാണ് NPS വർദ്ധിക്കാനുള്ള കാര്യം. ഇനി ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് പറയുന്നത്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ബാങ്കിനകത്ത് വരുന്നത് പുവർ ലെൻഡിങ് പ്രോസസ്സ്, ഇൻഅഡിക്വേറ്റ് ഇവാലുവേഷൻ ഓഫ് ബോറോവേഴ്സ് ക്രെഡിറ്റ് വർത്തിനെസ് റിസൾട്ട് ഇൻ ഹൈ റിസ്ക് ലോൺസ്. നമ്മൾ ലോൺ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോറോയ് ചെയ്യുന്ന വ്യക്തിയുടെ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്താതെ നമ്മൾ ലോൺ നൽകുന്നത്. അതുപോലെ മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, പുവർ ക്രെഡിറ്റ് അപ്രൈസൽ, അതുപോലെ നോൺ കംപ്ലൈൻസ് വിത്ത് സെക്ഷൻ ടേംസും. ജസ്റ്റ് ഇതിൻ്റെ പോയിന്റ് പഠിച്ചാൽ മതി. അൺറിയലിസ്റ്റിക് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ, ലാക്ക് ഓഫ് ഇൻ്റർ ബാങ്ക് കോർഡിനേഷൻ, ആബ്സെൻസ് ഓഫ് റെഗുലർ ഓവർസൈറ്റ്, ഇംപ്രോപ്പർ ടെക്നോളജി യൂസ്, ഇൻഅഡിക്വേറ്റ് SWOT അനലൈസിസ്. ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇത്രയാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മോണിറ്ററിങ്ങും അതുപോലെ കോർഡിനേഷൻ്റെയും പ്രോബ്ലം ബാങ്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി പ്രൊവിഷൻസ് ഫോർ NPA. ഇഫ് അസറ്റ് ക്ലാസിഫിക്കേഷൻ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI കാറ്റഗറൈസ് അസറ്റ് ഇൻ ടു ലോൺ അസറ്റ് 100% പ്രൊവിഷൻ റിക്വയർഡ് ആണ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ഡെലിക്വസി ഫ്രം 20% to 100%. സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ പ്രൊവിഷൻ ഓഫ് 50% ഓഫ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഇൻക്രീസിങ് ടു 25% ഫോർ അൺസെക്യൂർഡ് പോർഷൻസ്. അസറ്റ് NPAക്ക് വേണ്ടി
ആയിട്ടുള്ള എന്താണ് നിബന്ധനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അസറ്റ് ക്ലാസിഫിക്കേഷനിൽ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, അസറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ലോസ് അസറ്റിൽ ലോസ് അസറ്റ് ആണെങ്കിൽ 100% പ്രൊവിഷൻസ് ആവശ്യമാണ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 20% 100% ആണ്. അതുപോലെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സിന് ജനറൽ പ്രൊവിഷൻ ഓഫ് 50% ഓൺ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ആൻഡ് ഇൻക്രീസ് ഇൻ 25% അൺസെക്യൂർഡ് പോർഷൻസ്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആണെങ്കിൽ മിനിമം പ്രൊവിഷൻ ഓഫ് 0.25% ഓൺ സ്റ്റാൻഡേർഡ് ലോൺസ്. ഇനി ഫ്ലോട്ടിംഗ് പ്രൊവിഷൻസ്, ബാങ്ക് മേ create additional floating provisions for unexpected losses which can be utilized for NPS. ഇനി ബാങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫ്ലോട്ടിംഗ് പ്രൊവിഷൻസ് കൊണ്ടുവരാം. എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ലോസസിന് വേണ്ടി എന്ത് ചെയ്യാം, ഫ്ലോട്ടിംഗ് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ NPAസിന് വേണ്ടി ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. സജഷൻസ് ടു റെഡ്യൂസ് NPA കുറക്കുന്നതിന് വേണ്ടി സജഷൻസ് എന്തൊക്കെയാണ്? കെയർഫുൾ ബോറോയിങ് സെലക്ഷൻസ്, കണ്ടക്ട് ത്രൂ ക്രെഡിറ്റ് വർത്തിനെസ് ഇൻവെസ്റ്റിഗേഷൻ ബിഫോർ സാങ്ഷൻ ലോൺസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വ്യക്തിക്ക് തിരിച്ചടക്കാൻ പറ്റുമോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. പോസ്റ്റ് സാങ്ഷൻ ഫോളോ അപ്സ്, റെഗുലർലി മോണിറ്റർ ബോറോസ് ആൻഡ് എൻഷുർ ടൈംലി റീപേയ്മെൻറ്റ്. നമ്മൾ കടമെടുത്തിരിക്കുന്ന വ്യക്തികളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അവർക്ക് കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പ്രൊആക്റ്റീവ് മെഷേഴ്സ്, യൂസ് ലോക്കൽ മീഡിയ, പബ്ലിഷ് ഡിഫോൾട്ടർ നെയിംസ് ടു പ്രഷർ ദം ഇൻ ടു റീപേയ്മെൻറ്റ്. പേയ്മെൻറ്റ് തിരിച്ചു തരുന്നതിന് വേണ്ടി അവരെ പേരുകൾ പബ്ലിഷ് ചെയ്യുക. അതുപോലെ നെറ്റ്വർക്കിംഗ് വിത്ത് സപ്ലയേഴ്സ്, പ്രൊമോട്ട് പേയ്മെൻറ്റ് ഇൻസെൻറ്റീവ്സ്, എസ്റ്റാബ്ലിഷ് റിക്കവറി സെൽസ്, ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ്, ലെജിസ്ലേറ്റീവ് ചേഞ്ചസ്, അസറ്റ് റിക്കവറി ഫണ്ട്സ്, എംപവർ ബ്രാഞ്ച് മാനേജേഴ്സ്. ഇതൊക്കെയാണ് NPAs റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉള്ള സജഷൻസ് എന്ന് പറയുന്നത്. ഇനി റിക്കവറി മെക്കാനിസം, പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഫോക്കസ് ഓൺ മിനിമൈസിങ് ദ ഒക്കറൻസ് ഓഫ് NPAs കുറക്കുന്നതിന് വേണ്ടിയിട്ട് തടയുന്നതിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റിംഗ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ്, അതുപോലെ റീഫിഗർ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ടു അലിവിയേറ്റ് ബോറോവർ പ്രഷർ, KYC പ്രാക്ടീസസ്, ക്രെഡിറ്റ് റിസ്ക് അസസ്മെൻറ്റ്, റിക്കവറി ക്യാമ്പ്, വാച്ച് ലിസ്റ്റ്, ഇതൊക്കെയാണ്. ഇനി ക്യൂറേറ്റീവ് മാനേജ്മെൻറ്റ് അഥവാ സ്ട്രാറ്റജിക് എയിം ടു റിക്കവറി എക്സിസ്റ്റിംഗ് NPAs എങ്ങനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ്, കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് നടത്തുക, അതുപോലെ ലോക്കൽ അദാലത്സ്, യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോർ ക്വിക്കർ സെറ്റിൽമെൻറ്റ്, ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽസ് അഥവാ DRTs ടു ഫാസ്റ്റ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സർഫേസി ആക്ട്, എംപവർ ബാങ്ക് ടു റിക്കവർ ഡ്യൂ വിത്തൗട്ട് കോർട്ട് ഇൻ്റർവെൻഷൻ. കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ കൂടാതെ തന്നെ ബാങ്ക് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക്സിനെ എംപവർ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞത്. ഇതൊക്കെ ജസ്റ്റ് ഈ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി ഓരോന്നിൻ്റെയും.